ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഫുൾ ഡേ വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ 3 മണിക്ക് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിത് 3 മണിക്ക് സമയമായപ്പോൾ മോൾക്കൊന്ന് നൂഡിൽസ് വേണം പറഞ്ഞിരുന്നു. അപ്പോൾ നനയാത്ത നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അവൾ സ്കൂൾക്ക്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയി പറയണമെന്നില്ല. അപ്പോൾ ഇത് നൂഡിൽസ് മാഗി തിളപ്പിച്ചുറ്റിട്ടൊക്കെയാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇതാദ്യം ഞാൻ തിളപ്പിച്ചൂറ്റിയെടുത്തിട്ട് വേറെ പാൻ എടുത്തിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തെങ്ങാണ്ട് ഈ മാഗി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടൊക്കെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ മാഗി അവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അവിടെ എടുത്ത് വെച്ചു. പിന്നെ എന്ന് പറഞ്ഞത് ഞാൻ അതുവരെ ചോറ് തിന്നിട്ടില്ല. ഇന്ന് കുറച്ച് വെയിലുണ്ടായതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഉണക്കിയെടുക്കുമായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ചോറ് തിന്നിട്ട് ചോറിപ്പോൾ തിന്നെല്ലാം കഴിഞ്ഞു, പാത്രം കഴുകി വെച്ചു. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് കുറച്ച് ചായ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചായ അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചായയിൽ മധുരമൊന്നും ഇടുന്നില്ല. ചിലപ്പോൾ ആരും ചായ കുടിക്കാറൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും ആണെങ്കിൽ ആ സമയത്ത് മധുരം ചേർക്കലാണ് സാധാരണ. ഇനിയിപ്പോൾ മോള് സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ അവൾ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. സ്കൂളൊക്കെ വിട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ ഷൂ ഒക്കെ ഊരി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഷൂ ഒക്കെ ഊരി ഇനി അതൊന്ന് കമഴ്ത്തി വെക്കണം. ഞാൻ സാധാരണ ഇങ്ങനെ ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ കമഴ്ത്തി വെക്കലാണ്. അല്ലെങ്കിൽ വല്ല ജന്തുക്കളൊക്കെ ഇങ്ങനെ കയറിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് അവൾ വന്ന ഉടനെ തന്നെ അവൾക്ക് എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എഴുതാനൊക്കെ. വന്ന ഉടനെ തന്നെ ചിലപ്പോൾ എഴുതാനൊക്കെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ എല്ലാ നോട്ടുകളും നോക്കും, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ. അവൾ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ പറഞ്ഞു തരുള്ളൂ, ഇങ്ങനെ ഈ വിഷയം ഹോംവർക്ക് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്ന് വല്ലാതെ ഹോംവർക്കൊന്നുമില്ല. അപ്പം 2 ലൈൻ എഴുതാണ്ട് 2 ലൈൻ കോപ്പി. അപ്പോൾ അത് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അവളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി അവൾക്ക് മാഗി തിന്നാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ മാഗി. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ അവൾ ഒറ്റക്കനെ കഴിച്ചോളും. മറ്റേ ചോറൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വാരി കൊടുക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത്, ഞാൻ ഇന്ന് വെയിലായതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ടെറസിൻ്റെ മുകളിൽ ചിക്കിയിട്ടിട്ടുണ്ട്. ഇനി അത് പോയി എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത് ഞാൻ കോണിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മോളുടെ കളി സാധനങ്ങളൊക്കെ വെക്കൽ. പിന്നെ ചക്കയാണ്, അതും പൈക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരാൻ വേണ്ടി പോവാണ്. ടെറസിൻ്റെ മുകളിൽ അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് തന്നെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അയലിട്ടാനൊക്കെ സുഖമാണ്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇതൊക്കെ എടുത്തിട്ട് താഴെ ഇപ്പം കൊണ്ടുപോയി വെക്കും റൂമിൽ. എന്നിട്ട് രാത്രിയൊക്കെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ മടക്കി വെക്കലാണ് പതിവ്. അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്.
ഡ്രസ്സുകളൊക്കെ. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുള്ളത് നിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും പിന്നെ എൻ്റെ അനിയന്മാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്നുണ്ടായ വരവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് അവർക്ക് ഇനി ഫുഡ് വേണം. രാത്രിത്തെ ഫുഡ് കഴിച്ചിട്ട് ഇനി പോവുള്ളൂ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഓരോന്നായി കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഓരോ പാത്രത്തിലാക്കിയാണ് വെക്കാറ്. പിന്നെ അധികമൊന്നും അവിടെ ബിരിയാണി ഉണ്ടാക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ, വലിയ ഉള്ളി. ഞങ്ങൾക്കുള്ള ഫുഡ് നേരത്തെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മോളുള്ളത് കൊണ്ട് രാത്രിക്കും ഉച്ചക്കും ഞാൻ ഒന്നിച്ചാണ് വെക്കാറ്. പിന്നെ രാത്രി ഒന്നുകൂടി ചൂടാക്കി എടുക്കലാണ്. അപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ചു, അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി ചെറിയ മോൾക്കുള്ള ലാക്ടോജൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ലാക്ടോജൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിലേക്കൊരു ആറാറോട്ടിൻ്റെ ബിസ്ക്കറ്റും ഇടാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം അവൾക്ക് തന്നെ കോരി കൊടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബസ്മതി അരി ഉപയോഗിച്ചാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കുതിർത്താൻ വേണ്ടി കഴുകി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് തിളപ്പിച്ചുറ്റാൻ വേണ്ട വെള്ളവും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടി. അപ്പോൾ അതിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടമ്മോളുടെ ബിസ്ക്കറ്റ് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളിപ്പോൾ ഉണർന്നിട്ടില്ല. ഉണർന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഉള്ളികളൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ചെറുതാക്കിയാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കണത്. അപ്പോൾ 2 ഉള്ളിയായിട്ട് ഞാൻ മസാലയ്ക്ക് എടുക്കണുള്ളൂ. ബാക്കി ഒരു ഉള്ളി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്തിൽ ഒരു ഉള്ളിയൊക്കെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും പിന്നെ പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തുങ്ങാണ്ടാണ് ഞാൻ ഉള്ളി വാട്ടിയെടുക്കാറ്. അപ്പോൾ ഞാൻ ചട്ടികൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ അവിടെ പാനയോടെ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഓയിലുകളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ വന്നിട്ടുണ്ട്, അനിയനും ഉമ്മയൊക്കെ എത്തി. അപ്പോൾ അവർക്ക് കൊടുക്കുന്നതാണിത്, മാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് 2 മാസത്തോളമൊക്കെ ആയി. അപ്പോൾ അവരിങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട്, നല്ലോണം പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ വായിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അരി തിളപ്പിച്ചുള്ള വെള്ളത്തിലേക്ക് ഞാൻ ഉപ്പും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമ്മൾ ഈ മസാലയ്ക്ക് ഉള്ളിലേക്ക് ഞാൻ പിന്നെ തക്കാളിയാണ് അടിച്ചട ചേർത്തിട്ടുള്ളത്. അപ്പം പെട്ടെന്നാവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. നുള്ളും മുളകും, മഞ്ഞൾപ്പൊടിയും, കുരുമുളകും പിന്നെ ഗരം മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അതിന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ അരി വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇടയ്ക്കിനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ആയി വരുന്നുണ്ട്. അതൊരു സൈഡിൽ നമ്മളാ ചോറ് ഒരു സൈഡിൽ അങ്ങനെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതുവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ദമ്മൊന്നും ഇടുന്ന ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം പിന്നെ സാഹചര്യമൊക്കെ മോശമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ചമ്മന്തി ആയിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.